ഒരു വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ യാത്ര അതിൻ്റെ സമാപന നാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ച, കുരുത്തോല ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദിവസം വിശുദ്ധ വാരത്തിൻ്റെ ആരംഭമാണ്. ഇന്നു മുതൽ വളരെയേറെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം വരികയാണ്. വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രംഗം, അവസാനത്തെ ആഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇനിയുള്ള ഓരോ ദിവസവും കർത്താവ് നടന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ഓശാനയിലെ പ്രതീകങ്ങളായിട്ട് വരുന്ന കുരുത്തോല അത് പ്രതീക്ഷയുടെ പ്രതീകമാണ്. യേശു സഞ്ചരിച്ച കഴുത അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ആ കാലഘട്ടത്തിൽ സഞ്ചരിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് 3 മൃഗങ്ങളെയാണ് പ്രധാനമായിട്ട്. ഒന്ന് കുതിര, ഒന്ന് ഒട്ടകം, മറ്റൊന്ന് കഴുത. കുതിര യുദ്ധത്തിൻ്റെയും വ്യഗ്രതയുടെയും പ്രതീകമായിട്ടാണ്, വേഗതയുടെ പ്രതീകമായിട്ടാണ്. വളരെ വേഗത്തിൽ നടക്കുന്ന കുതിരയോടൊപ്പം നടക്കുവാനായിട്ട് കൂടെ നടക്കുന്ന മനുഷ്യർക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ കുതിരയല്ല ഇവിടെ യേശു ഉപയോഗിക്കുന്നത്. മറ്റൊരു മൃഗമാണ് ഒട്ടകം. ഒട്ടകം സാധാരണ നടക്കുന്ന മനുഷ്യരെക്കാൾ വളരെ ഉയരത്തിലാണ് ഒട്ടകത്തിൽ സഞ്ചരിക്കുന്നയാൾ സഞ്ചരിക്കുന്നത്. താഴെ നടക്കുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതിലും ഉയരത്തിലാണ് ആ ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ കഴുതയിലേക്ക് വരുമ്പോൾ സമാധാന സമയത്ത് രാജാവ് ഉപയോഗിക്കുന്ന മൃഗമായിട്ട് പറയപ്പെടുന്നുവെങ്കിലും സാധാരണ ഒരു മനുഷ്യൻ്റെ വേഗതയിൽ നടക്കുകയും ഒരു മനുഷ്യൻ്റെ വേദന കേൾക്കുകയും ചെയ്യുന്ന രക്ഷിതാവിനെ കൂടെ നടക്കുന്ന, കൂടെ കേൾക്കുന്ന, കൂടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഇമ്മാനുവേലിനെ കഴുതപ്പുറത്ത് വരുന്ന യേശുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രതീക്ഷയാണ് അവിടെ കൂടിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലുള്ളത്. യേശു യാത്ര ചെയ്യുന്നത്, യേശുവിൻ്റെ ട്രയംഫൽ എൻട്രി എന്നാണ് പറയുന്നത്. യേശു യാത്ര ചെയ്യുന്നത് യെരുശലേമിലേക്കാണ്. സിറ്റി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് സമാധാന പ്രഭുവായ കർത്താവ് യാത്ര ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി. കാരണം പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്നോണം സെഖരിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഒന്നാമതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചിന്ത, വി ആർ കോൾഡ് ടു ഫോളോ ജീസസ് ദ ലീഡർ. യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുവാൻ വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. മുന്നിൽ നടക്കുന്ന നേതാക്കന്മാർ ഇന്ന് വിരളമാണ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പിന്നിലുള്ള അണികളെ മുന്നിലേക്ക് വിട്ടുകൊണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിച്ച് എല്ലാം കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നേതാക്കന്മാരെ നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുന്നിൽ നടക്കുന്ന യേശുവിനെയാണ്. യേശു മുന്നിൽ നടക്കുന്നു, പുറകെ ഫോളോ ചെയ്യുവാനായിട്ട്, പിന്നാലെ വരുവാനായിട്ട് ആർപ്പുളികളോടുകൂടെ ആളുകൾ വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മുന്നിൽ നടക്കുന്ന ലീഡർഷിപ്പായിരിക്കണം. യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ പോലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. യേശു കുരിശ് ചുമന്ന് തളർന്ന് വീഴുന്ന സമയത്ത് യേശുവിനെ സഹായിക്കുവാനായിട്ട് വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ വിളിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറേനക്കാരനായ ശീമോൻ കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ നടന്നു. പരിക്ഷീണിതനായ യേശു മുമ്പിൽ നടക്കുന്നു. അത്ര ക്ഷീണാവസ്ഥയിൽ പോലും ആ യേശുവിൻ്റെ പിന്നിൽ നടക്കുമ്പോൾ പഠിക്കുവാൻ ഏറെയുണ്ട്, പ്രചോദനം കൊള്ളുവാനായിട്ട് ഏറെയുണ്ട്. ഒന്നാമത് ഓശാന ഞായറാഴ്ചയിലെ ചിന്തയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, മുന്നിൽ നടക്കുന്ന കർത്താവിൻ്റെ പിന്നിലേക്ക് വരുവാൻ, പിന്നിൽ നടക്കുവാൻ, കർത്താവിൽ നിന്ന് ഊർജ്ജം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, ഈ ഓശാന ഞായറാഴ്ച കുരുത്തോലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. ചില്ലകൾ എടുക്കുന്നു, കുരുത്തോല എടുക്കുന്നു, യേശുവിൻ്റെ പുറകിലേക്ക് പോകുന്നു. അവർക്ക് പരിചിതമായിട്ടുള്ളൊരു ഘോഷയാത്രയാണത്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് 7 ദിവസത്തെ ഉത്സവം ഇസ്രായേൽ മക്കൾ ആചരിക്കണം. 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. ആദ്യത്തെ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസവും വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷവും ഫലവും, ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. ഈ 7 ദിവസം തുടർന്ന് പറയുന്നു 42-ാമത്തെ വാക്യം,
ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. പഴയ ഒരു ചരിത്രം, ദൈവം വിടുവിച്ച ചരിത്രം, അത് ജീവിതത്തിലൂടെ അനുഭവിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഘോഷമാണ് കൂടാര പെരുന്നാൾ. ഒരു വർഷത്തിൽ 7 ദിവസം എത്ര വലിയ വീടുകൾ നിങ്ങൾ വെച്ചാലും, എത്ര മനോഹരമായിട്ടുള്ള കിടക്കകൾ നിങ്ങൾക്കുണ്ടായാലും, ആ 7 ദിവസം നിങ്ങളും നിങ്ങളുടെ മക്കളും താമസിക്കേണ്ടത് വെളിയും പ്രദേശത്ത് കൂടാരത്തിലായിരിക്കണം. മക്കളെ ട്രെയിൻ ചെയ്യുന്നൊരു രീതിയുണ്ട്. മുൻപ് നമ്മുടെ പിതാക്കന്മാർ സഹിച്ച ആ വേദനയും കഷ്ടപ്പാടുമൊക്കെ മക്കൾക്ക് അനുഭവിക്കുവാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്നൊരു സമയമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് കൂടാര പെരുന്നാൾ. അതിൻ്റെ പ്രതീകമായിട്ടാണ് കുരുത്തോലയും വൃക്ഷച്ചില്ലകളുമായിട്ട് അവരുടെ ഘോഷയാത്ര. ഒരുപക്ഷെ ദൈവം വിടുവിക്കുന്നവനാണ്, വീണ്ടെടുക്കുന്നവനായ യഹോവയാണ് എന്ന ചിന്തയോടൊപ്പം തന്നെ മക്കളെ ദൈവികമായ രീതിയിൽ പഠിപ്പിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ്. വി ആർ കോൾഡ് ടു ട്രെയിൻ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിക്കണം, അവരുടെ കഷ്ടത മനസ്സിലാക്കുവാൻ വേണ്ടി അഭ്യസിപ്പിക്കണം, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ വേണ്ടി അഭ്യസിപ്പിക്കണം. അതിനുള്ളൊരു സമയമായിട്ട് ഈ കുരുത്തോല പെരുന്നാളിനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കുരുത്തോലയുമായിട്ട് സഞ്ചരിക്കുന്ന ഈ മനുഷ്യരുടെ മനസ്സിൽ, ഈ എബ്രായ മക്കളുടെ മനസ്സിൽ, അവിടെ കൂടി വന്നിരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ കൂടാര പെരുന്നാളിൻ്റെ ചിന്തകൾ വന്നിരിക്കാം. ദൈവം വീണ്ടെടുക്കുന്ന ദൈവം ആ വീണ്ടെടുപ്പിൻ്റെ സ്മാരകമായിട്ട് കൂടാരങ്ങളിൽ താമസിച്ച ആ സമയം പിന്നീട് യേശുവിൻ്റെ പിന്നാലെ കുരുത്തോലയുമായി യാത്ര ചെയ്യുകയാണ്. ഒരുപക്ഷെ പല സഭകളിലും പല ദേവാലയങ്ങളിലും ഈ ഓശന ഞായറാഴ്ച കുരുത്തോലയുമായിട്ടുള്ള പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ഈ കുരുത്തോലയുമായിട്ടുള്ള പ്രദക്ഷിണം നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ ആ ചിന്ത ചെന്ന് അവസാനിപ്പിക്കുന്നത് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിലെ കുരുത്തോലയുടെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യത്തോടു കൂടിയാണ്. സിറ്റി ഓഫ് ഗോഡിൽ, ദൈവത്തിൻ്റെ നഗരത്തിൽ, അവിടെ അതാ ഒരു കുരുത്തോലയുമായിട്ട് ഒരു വലിയ വിഭാഗം നിൽക്കുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇതിൻ്റെ ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളിപാട് ദർശനം കാണുന്ന യോഹന്നാൻ്റെ ഒരു ദർശനമാണത്. അവിടെ ഇതാ കുരുത്തോലയുമായിട്ട് ഒരുപാട് ആളുകൾ, അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ തന്നെ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും വിവിധ ഭാഷ സംസാരിക്കുന്നവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്ന ആ ഒരു നാളുണ്ട്, ദൈവത്തിൻ്റെ നാൾ. ആ നാളിൽ എല്ലാവരുടെ കയ്യിലും കുരുത്തോല കാണാനായിട്ട് സാധിക്കും. അത് വെച്ചുകൊണ്ട് ആളുകൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യം. പ്രിയമുള്ളവരെ, കൂടാര പെരുന്നാൾ, കർത്താവിൻ്റെ പിന്നാലെ കുരുത്തോലയുമായി നടന്നവർ, ഇപ്പോൾ ദേവാലയങ്ങൾ കുരുത്തോലയുമായി സഞ്ചരിക്കുന്നവർ, ഇനിയൊരു നാൾ നമ്മുടെ കയ്യിലും ആ കുരുത്തോലയുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്ന ഒരു പുനർവിചിന്തനം കൂടെ നമുക്ക് ആവശ്യമാണ്. ഇപ്രകാരം യാത്ര ചെയ്യുന്ന ഈ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെ ശിഷ്യന്മാരുടെ പാട്ടും ഇവിടെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. അത് മനോഹരമായുള്ളൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ച ചിന്തിക്കുവാൻ മുമ്പിൽ നടന്നു പോകുന്ന കർത്താവിൻ്റെ പിന്നാലെ ഘോഷയാത്രയായിട്ട് വരുന്ന ശിഷ്യന്മാർ പാടിയ പാട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെക്കുറിച്ചും സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് പീസ് അമംഗ് ഇൻ ഹും ഗോഡ് ഈസ് വെൽ പ്ലീസ്ഡ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ പാട്ട് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. യേശുവിൻ്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടിയ ആ പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള മറ്റൊരു വേർഷനാണ് ഇവിടെ കേൾക്കുന്നത്. അത്യുന്നതങ്ങളിൽ മഹത്വവും ഭൂമിയിൽ സമാധാനവും ഘോഷിച്ച മാലാഖമാരുടെ പാട്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യന്മാരുടെ വായിലേക്ക് വരുമ്പോൾ ആ ദൈവികമായുള്ളൊരു അനുഭവത്തിൻ്റെ ഭാഗമായി മാറുകയാണ് യേശുവിൻ്റെ പിന്നാലെ കുരുത്തോലയേന്തി നടക്കുന്ന ശിഷ്യന്മാർ. പ്രിയമുള്ളവരെ, വി ആർ കോൾഡ് ടു പ്രൈസ് ഗോഡ്. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവരായ നാം ദൈവത്തിന് മഹത്വം കരയേറ്റുന്നില്ല എങ്കിൽ, വിളിക്കപ്പെട്ടവരായ നാം ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ പാടുന്നില്ല എങ്കിൽ, ഇവിടെ കർത്താവ് പറയുന്നവരെ മിണ്ടാതിരിക്കുവാൻ വേണ്ടി പരീശന്മാർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ മിണ്ടാതിരിക്കുക എന്നല്ല, ഇവർ പാടിയില്ലെങ്കിൽ കല്ലുകൾ ആർക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചെറിയ ചെറിയ ജീവിതങ്ങളായ നമ്മുടെ ഈ കൊച്ചു ജീവിതങ്ങളിൽ നമുക്ക് ദൈവം നൽകുന്ന വലിയൊരു അവസരം ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിപ്പാൻ, ദൈവത്തെ സ്തുതിച്ച് പാടുവാൻ വേണ്ടിയുള്ളതാണ്. വി ആർ കോൾഡ് ടു പ്രൈസ് ഗോഡ്. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ?
3 ചെറിയ ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, കർത്താവിൻ്റെ പിന്നാലെ, കർത്താവ് എന്ന നേതാവിൻ്റെ പിന്നാലെ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. 2, നമ്മുടെ മക്കളെയും ഈ വേദനയുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും മുഖം, അതിലൂടെ ദൈവം നടത്തിയതിൻ്റെ അനുഭവം, പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടത, ഇത് പരിശീലിപ്പിക്കുവാൻ നാം തയ്യാറാകണം. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനാണ്. ഒരു വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിനെ ആർത്തുഘോഷിക്കുന്ന ഏറ്റവും എളിയവരായ ആ പൈതങ്ങളോട് ചേർന്ന്, ശിഷ്യന്മാരോട് ചേർന്ന് നമുക്കും പാടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്വർഗത്തിൽ സമാധാനവും, അത്യുന്നതങ്ങളിൽ മഹത്വവും. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കൃപാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ വാരത്തിൻ്റെ ആരംഭത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. ഈ ഓശാന ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകി. ദൈവമായ കർത്താവ് ഇനിയുള്ള ഓരോ നാളുകളും കർത്താവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അവിടുന്ന് സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കയ്യിൽ കുരുത്തോല ഏന്തി അങ്ങയുടെ പിന്നാലെ നടന്ന വലിയ ജനക്കൂട്ടത്തെ പോലെ ഞങ്ങളും കരങ്ങളിൽ കുരുത്തോലയുമായിട്ട് അങ്ങയുടെ പിന്നാലെ വരുന്നു. ദൈവമായ കർത്താവെ, അവിടെ ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്ന നേതാവാണ്. കർത്താവെ, ഈ കഷ്ടതയും പ്രയാസവും അനുഭവിച്ച ഞങ്ങളുടെ മുൻ തലമുറയെ ഓർക്കുവാനും അവരനുഭവിച്ച കഷ്ടതയിലൂടെ ദൈവം നടത്തിയെന്ന് ഏറ്റുപറയുവാനും വിളിക്കപ്പെട്ടു വരാനും. കൂടാതെ കർത്താവെ, ഞങ്ങൾ പാടിയില്ല എങ്കിൽ കല്ലുകൾ ആർത്തുപാടുമെന്ന് അങ്ങയുടെ വചനം പറഞ്ഞതുപോലെ കർത്താവെ, കല്ലുകളല്ല, ഞങ്ങൾ തന്നെ അങ്ങേ ആർത്ത് പാടട്ടെ. അവിടുത്തെ രക്ഷയിൽ ഞങ്ങൾ സന്തോഷിക്കട്ടെ. ക്രിസ്തുവുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വവും സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.